ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാവയുടെ നൂലുകെട്ടിന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഗിഫ്റ്റൊക്കെ എല്ലാം ഞാനിങ്ങനെ എടുത്ത് വെച്ച് ഒന്നും തുറന്ന് നോക്കിയിട്ടില്ല, കാരണം നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് തന്നെ നൂലുകെട്ട് നല്ല രീതിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു 100 ആൾക്കാരെയായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്രയും ആൾക്കാരില്ലായിരുന്നു, ഒരു 70 ആൾക്കാരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അവന് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കിന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ ഈ ഒരു കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 കവറാണ്. അപ്പോൾ ഇത് നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരാണ്. വീടെന്ന് പറയുന്നത് നമ്മളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ളവരാണ്, അതായത് നജിമേച്ചിയും സുബൈദത്തിയും അതുപോലെ മുന്താസ്തിയും. ഇവർ 3 ആളും തന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു 3 ഡ്രസ്സ്. അപ്പോൾ ഏതെല്ലാമാണ് തന്നെ അവരെന്ന് എനിക്കറിയില്ല, കാരണം 3ഉം ഒന്നിച്ചാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരേ കവറും ആണല്ലോ, അതുകൊണ്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഏകദേശം അവനെല്ലാം ഡ്രസ്സ് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഇതാ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. സ്ലീവ്ലെസ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഇതാ 2 ഹുക്കൊക്കെ വരുന്നുണ്ട്. 2 ബട്ടൺസ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇതാ ഇങ്ങനെയാണ്. ഇതിനാണെങ്കിൽ ഇതിൻ്റെ കൂടെ ട്രൗസറും കൂടെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഈ കളറ് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി സെക്കൻഡ് ഈ ഒരു ഗ്രീൻ കളറാണ്. ഇത് ബട്ടൺസ് വരുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെ ആകുമ്പോൾ നമുക്ക് അവനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. സിമ്പിളാണ്, എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രൗസർ ഇതാ ഇങ്ങനെയാണ്, പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ കവറ്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ്. ഉള്ളിലിങ്ങനെ ഇത് പുറമേ ഇവിടെ സ്റ്റിച്ചാണ് കേട്ടോ. ഇതിങ്ങനെ ഉള്ളിൽ ഒരു ബനിയൻ വരുന്നുണ്ട്, പുറത്തിങ്ങനെ വരുന്നത്. പക്ഷേ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനൊന്നും പറ്റില്ല, ഇവിടെ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയാണ്. അതിൻ്റെ കൂടെയും ആ ഒരു സെയിം കളറ് ട്രൗസർ. ഈ 3 ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായിട്ടോ. ഇനി നമുക്ക് അടുത്തത് എടുക്കാം. ഇത് നമുക്ക് സാവിത്രി അമ്മായി തന്നതാണ് കേട്ടോ. അതായത് വിബിയാട്ടൻ്റെ അമ്മായിയാണ്, വാവേൻ്റെ അമ്മമ്മയാണ്. ഇതാണ് വരുന്നത് ടീഷർട്ട്. പിന്നെ അതിൻ്റെ കൂടെ പാൻറ്റും. ഇതൊക്കെ അവൻ കുറച്ച് വലുതായാൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇപ്പം അവൻ എന്തായാലും ഇട്ട് കൊടുക്കാൻ കഴിയില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ കവർ. ഈ ഒരു കവർ വന്നിട്ടുള്ളത് ചന്ദ്രമൂർത്തിയാണ് കേട്ടോ. അതായത് വിബിയാട്ടൻ്റെ ചന്ദ്രമൂർത്തിയാണ്. എനിക്കും ചന്ദ്രമൂർത്തി ഉണ്ട്, പക്ഷെ ഇത് ഏട്ടൻ്റെ മൂർത്തിയാണ് കേട്ടോ, വാവയുടെ അമ്മമ്മ. അവർ തന്നതാണ്. ഇതൊക്കെ അവൻ നല്ല വലുതായാലും ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ ഈ ഒരു ടീഷർട്ട്. ബാക്കിൽ ഇത് വലുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട് ഈ പ്രിൻ്റ്. അത് തന്നെയാണ് കേട്ടോ മുന്നിലിതാ ചെറുതായിട്ടും കൊടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ ജീൻസിൻ്റെയാണ് കേട്ടോ, ജീൻസിൻ്റെ ഒരു ട്രൗസർ. പോക്കറ്റൊക്കെ വരുന്നുണ്ട്, ഇവിടെ പോക്കറ്റ് വരുന്നുണ്ട്, ഇവിടെ പോക്കറ്റ് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി നമുക്ക് അടുത്തത്, ഇത് നമുക്ക് പ്രവീണേട്ടൻ തന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണ്. പ്രവീണേട്ടൻ തന്ന ഡ്രസ്സാണിത്. കണ്ട ഈ ഒരു മോഡൽ നല്ല ഭംഗിയുണ്ട്. ഇത് ഉള്ളിലെ ടീഷർട്ട്, പുറമെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ അവൻ കുറച്ച് വലുതായാൽ മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്തത്, ഇതാര് തന്നതാ? ഇത് നമുക്ക് ഷിജിയേച്ചി തന്നതാണ് കേട്ടോ. ഷിജിയേച്ചി എന്ന് പറയുന്നത് വിബിയാട്ടൻ്റെ സിസ്റ്ററാണ് കേട്ടോ. ഞാനിങ്ങനെ കൈ കിട്ടുന്നത് എടുക്കുന്നതേ ഉള്ളൂ.
അറേഞ്ച് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, ആദ്യം ഇതെടുക്കാം എന്നൊന്നും വെച്ചിട്ടില്ല. വൈറ്റാണ് കേട്ടോ അവരെടുത്തിട്ടുള്ളത്. എന്താ ക്യൂട്ടല്ലേ. അതിൻ്റെ തന്നെ ട്രൗസർ. ഇനി നെക്സ്റ്റ് ഞാൻ വേഗം ഓപ്പൺ ചെയ്ത് പോവാണ് കേട്ടോ, കാരണം എനിക്കും കാണാനുള്ള ആ ഒരു ആവേശമുണ്ട്, അതാണ്. ഇത് നമുക്ക് തന്നിട്ടുള്ളത് ആരാണ്? ഇത് നമുക്ക് തന്നിട്ടുള്ളത് അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സുജാത ചേച്ചിയാണ് കേട്ടോ. അവർ തന്ന ഗിഫ്റ്റാണ്. അവരൊക്കെ നൂല് കെട്ടിൻ്റെ അന്ന് വൈകുന്നേരമായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ തന്നതാണിത്. സുജാത ചേച്ചി തന്ന ഡ്രസ്സാണ്. എന്താ ഇതാണ് കേട്ടോ ഫ്രണ്ട്. എനിക്ക് തോന്നി ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കളറുണ്ട് കേട്ടോ ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ്. ഇവിടെ എന്താണ്, പോക്കറ്റാണോ? ചെറിയൊരു പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ട്രൗസർ. നമുക്കെല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളറാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. പിന്നെ അടുത്തത് ഇത് എൻ്റെ മൂത്ത തന്നതാണ് കേട്ടോ, പ്രീതമൂത്ത തന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രീതമൂത്ത ഏതാണ് തന്നതെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചതാണ് കേട്ടോ, നിങ്ങൾ തന്ന ഡ്രസ്സ് ഏതാണെന്നുള്ളത്. അങ്ങനെ ആൻറ്റീനോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഏകദേശം ഇവരൊക്കെയാണ് തന്നേ എന്നുള്ളതിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് പ്രീതമൂത്ത തന്നത്. ടീഷർട്ട്, പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു പാൻറ്റ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള, സോറി പാൻ്റ് അല്ല ട്രൗസർ, വെറൈറ്റി ആയിട്ടുള്ള ട്രൗസർ അല്ലേ. ഇതാ ഇതൊക്കെ ഫ്രീക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. തോന്നുന്നു വീഡിയോൻ്റെ കളറ് കുറഞ്ഞ്, കാരണം ഞാൻ അപ്പുറത്തെ റൂമിലൊക്കെ പോയി നോക്കിയപ്പോൾ വീഡിയോയിൽ ക്ലാരിറ്റിയേ ഇല്ല. അപ്പോൾ ഈ ജനലിൻ്റെ അടുത്ത് വന്നിരുന്നപ്പോഴാണെങ്കിൽ നല്ല കളറുണ്ടായിരുന്നേ, വെയിലൊക്കെ വരുന്നതുകൊണ്ട്. പക്ഷേങ്കിൽ ഇപ്പം വീഡിയോ എടുക്കാൻ തുടങ്ങിയോണ്ടാന്ന് തോന്നുന്നു ആ വെയിലൊക്കെ പോയി കുറച്ച് ഇരുടായിട്ട് വന്നിട്ടുണ്ട്. ഇത് വിനീതാട്ടൻ തന്നതാണ് കേട്ടോ. വിബിയാട്ടൻ്റെ ഫ്രണ്ടാണ് വിനീതാട്ടൻ. അവർ തന്ന ഡ്രസ്സാണ് ഇത്. നമ്മുടെ കെട്ടുടുപ്പുണ്ടല്ലോ അതാണ് കേട്ടോ. ഫസ്റ്റ് കെട്ടുടുപ്പ് ഇത്. സെക്കൻഡ് ഇത്. തേർഡ് ഇത്. അങ്ങനെ 3 എണ്ണം വരുന്നൊരു കോംബോ ആണ് കേട്ടോ. അതിൻ്റെ കൂടെ അതിൻ്റെ ആ ഒരു ട്രൗസറും കൂടിയുണ്ട്. കണ്ടോ, 3 എണ്ണം വരുന്നൊരു സെറ്റാണ്. ഇനി നമുക്ക് അടുത്തത് തുറക്കാം. ഇത് വിബിയാട്ടൻ്റെ ഫ്രണ്ട്, അതായത് മിംസിൽ വർക്ക് ചെയ്തിട്ടുള്ള നിബിയാട്ടനും ജസീറും വരുമ്പോൾ കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ. ഫസ്റ്റ് ഇതാ ഈ ഒരു ഡ്രസ്സാണ് ഫസ്റ്റ്. ഇതാണ് ഫസ്റ്റത്തെ ഡ്രസ്സ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോറേജ് ഫുള്ളായി, അപ്പോൾ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വീണ്ടും വരുന്നത്. അപ്പോൾ ഇതാ അവർ തന്നെ രണ്ടാമത്തെ ഡ്രസ്സാണ് കേട്ടോ. ഇത് നിബിയാട്ടനും ജസീറും തന്നിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ ഒരു ജീൻസിൻ്റെ ട്രൗസറും കൂടി ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതെടുക്കാം. ഇത് ഏട്ടൻ്റെ പെങ്ങൾ തന്നതാണ് കേട്ടോ, വിച്ച തന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഇതാ ഈ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ ട്രൗസർ ഇതാ ബ്ലാക്ക് കളറ്, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ടീഷർട്ടും കൂടെ തന്നിട്ടുണ്ട്. ഇതാ
ഇതൊക്കെ അവൻ കുറച്ച് വലുതായാലേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത് അവൾ തന്ന ഡ്രസ്സ് ഈ ഒരു ടീഷർട്ട്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഹുക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പം അവനെടുത്തതെല്ലാം ഇങ്ങനത്തെ ടൈപ്പ് തന്നെയാണ്. ഇവിടെ ഹുക്ക് വരുന്നതാണ്, ബട്ടൺസ് വരുന്നതാണ്. എനിക്ക് ഹുക്ക് എന്ന് മാത്രമേ വായിൽ വരുന്നില്ല, അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അതായത് തലയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മളിപ്പോൾ അങ്ങനത്തെ ടൈപ്പ് തന്നെയാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാറുള്ളത്. ഇവിടെ ബട്ടൺസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ട്രൗസർ. പിന്നെ അടുത്തത് ഈ ഒരു വലിയ പെട്ടിയാണ്. ഇത് നമുക്ക് തന്നിട്ടുള്ളത് വിബിയാട്ടൻ്റെ ഫ്രണ്ട് നിർമ്മലാണ് കേട്ടോ. അവർ തന്നതാണ്. ഇത് കെട്ടുടുപ്പിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. കെട്ടുടുപ്പ്, പിന്നെ സോക്സ്, അങ്ങനെ കയ്യിലിടുന്നത്, അങ്ങനെയുണ്ടല്ലോ, ഫുൾ സെറ്റ് വരുന്ന ക്യാപ്പ്, ട്രൗസർ, അങ്ങനെ വരുന്നൊരു ഫുൾ സെറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ശ്രീമതി അമ്മായി തന്ന ഡ്രസ്സാണ് കേട്ടോ. ഇത് ഇതാണ് അമ്മായി തന്ന ഡ്രസ്സ് കേട്ടോ. നല്ല ഭംഗിയില്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓരോന്നും വെറൈറ്റി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് നമുക്ക് കമലേച്ചി തന്നതാണ് കേട്ടോ. കമലേച്ചി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വാടകയ്ക്കാണ് നിൽക്കുന്നത്. ആദ്യം നമ്മൾ തറവാട്ടിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തറവാട് വീടിൻ്റെ അടുത്തുള്ളവരാണ് കേട്ടോ ഇവർ. അവർ തന്നതാണ് ഈ ഒരു റെഡ്. ഇത് കമലേച്ചി തന്നതാണ് കേട്ടോ. ഇതാ ഇവിടെ കുഞ്ഞ് പോക്കറ്റൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ അവന് അതേ ഡിസൈനിലാ ക്യാപ്പും കൂടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ വേവേയും പൊട്ടിച്ചു പോവാണ് കേട്ടോ. ഇത് നമുക്ക് തന്നിട്ടുള്ളത് ഭാർഗവി മൂർത്തിയാണ് കേട്ടോ. അതായത് അവൻ്റെ അമ്മമ്മയാണ്, ഞാൻ എൻ്റെ ബന്ധമാണ് കേട്ടോ പറയുന്നത് മൂർത്തിയാണെന്നുള്ളത്. ഭാർഗവി മൂർത്ത തന്നതാണ്. ഇതാ ഈ ഒരു ടീഷർട്ട്. എനിക്ക് തോന്നുന്നു അവന് വൈറ്റ് അധികം കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. ഇതാ ഇതും ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ഇതാ പ്ലെയിനാണ്. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ട്രൗസർ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതാണ് കേട്ടോ. ഇനി അടുത്തത് ഇത് നമുക്ക് ആരാ തന്നത്? ഇത് നമുക്ക് ഇത് വിബിയാട്ടൻ്റെ അമ്മയും അച്ഛനും കൂടി തന്ന ഡ്രസ്സാണ് കേട്ടോ. ഫസ്റ്റ് ഈ ഒരു ടീഷർട്ട് എനിക്ക് തോന്നി ഇതേ കളർ ആരോ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഈ ഒരു ടീഷർട്ട്, പിന്നെ ഈ ഒരു പാൻറ്. മഴ വരുന്നുണ്ട്, വേഗം വീഡിയോ എടുത്ത് തീർക്കാം. ഇത് നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ അനിത ടീച്ചറാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ അംഗൻവാടിയിലെ ടീച്ചറാണ്. ടീച്ചർ തന്നിട്ടുള്ളതാണ്. ഈ ഒരു പാൻറ്, പിന്നെ അതിൻ്റെ ടീഷർട്ട് ബ്ലാക്ക്. ഇനി അടുത്തത് ഇത് നമുക്ക് അജിത മൂത്ത തന്നാണ് കേട്ടോ. അജിത മൂത്ത വാങ്ങിയതാണ് ഈ ഒരു ഡ്രസ്സ്. ഈ ഒരു വൈറ്റ് ട്രൗസർ, പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ടീഷർട്ട്.
ഇതാണ് കേട്ടോ അവർ തന്നത്. ഇത് നമുക്ക് ചന്ദ്രിമൂത്ത തന്നതാണ് കേട്ടോ. ചന്ദ്രിമൂത്ത, അതായത് എൻ്റെ മൂത്തിയാണ്. 2 ചന്ദ്രിമൂത്തിയുണ്ട്. ഒന്ന് വിബിയാട്ടൻ്റെയാണ്, അത് ഞാൻ ആദ്യം അൺബോക്സ് ചെയ്ത്. ഇത് എൻ്റെ ചന്ദ്രിമൂത്ത തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഇതാണ്, പാൻറ്റാണോ ട്രൗസറാണോ ഇതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ടീഷർട്ട് ഇതാണ്. ഇതൊക്കെ അവൻ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പോകേണ്ട വരും ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്ര ആയാൽ മാത്രമേ ഇട്ട് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ. ഇത് നമുക്ക് ആരാ തന്നേ? ഇത് നമുക്ക് നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ റൂമിൻ്റെ ഓണർ ഉണ്ടല്ലോ, ഓണർ ഷാഹിനേച്ചി തന്നതാണ് കേട്ടോ. ഷാഹിനേച്ചി തന്ന ഗിഫ്റ്റാണ് ഈ ഒരു ട്രൗസർ. പിന്നെ അതിൻ്റെ ഈ ഒരു ടീഷർട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെയിൽ പോയി, അതുകൊണ്ട് ഈ ഡ്രസ്സിൻ്റെയൊക്കെ കളറ് കുറച്ചുകൂടെ ലൈറ്റായിട്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത്. കുറച്ചുകൂടെ ഡാർക്കാണ് കേട്ടോ ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് അവർ തന്നിട്ടുള്ളത്. ഇത് നമുക്ക് തന്നിട്ടുള്ളത് അമ്മയുടെ ഫ്രണ്ട് മഞ്ജു ചേച്ചിയാണ് കേട്ടോ. മഞ്ജു ചേച്ചി തന്ന ഡ്രസ്സാണ്. ഇതാണ് ടീഷർട്ട് വരുന്നത്. അതിൻ്റെ ട്രൗസർ കേട്ടോ. ഇനി ഇത് നമുക്ക് തന്നിട്ടുള്ളത് ധൻശ്രീ ആണ് കേട്ടോ. ധൻശ്രീ എൻ്റെ മൂത്തേൻ്റെ മോളാണ്. ധൻശ്രീ തന്നതാണ് ഈ ഒരു ഡ്രസ്സ്. ഇതും വൈറ്റാണ് കേട്ടോ. ബട്ടൺസ് ഉള്ളതാണ്, അതായത് ഷർട്ടാണ്, അതുകൊണ്ട് ഇട്ടുകൊടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ട്രൗസർ വരുന്നത്. സെയിം പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് ആരാ തന്നിട്ടുള്ളത്? ഇത് നമുക്ക് ശശിയേട്ടൻ തന്നതാണ് കേട്ടോ. അതായത് അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സീമേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പം ശശിയേട്ടൻ തന്നതാണ് ഈ ഒരു ഗിഫ്റ്റ്. ഇതും അവൻ നല്ല വലുതായ മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ കൂടെ ഈ ഒരു ട്രൗസർ. അടുത്തത് ധന്യ തന്നതാണ്. ധന്യ എന്ന് പറയുന്നത് എൻ്റെ മൂത്തേൻ്റെ മോളാണ് കേട്ടോ. അതായത് എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അവൾ തന്നതാണ് ഈ ഒരു ഡ്രസ്സ്. അയ്യോ, റോംബർ ടൈപ്പാണ് കേട്ടോ. ഇതൊന്ന്, ഇത് 2, ഇത് 3, അങ്ങനെ 3 വരുന്നതാണ് കേട്ടോ അവൾ തന്നിട്ടുള്ളത്. ഇനി ഈ ഒരു ഡ്രസ്സ് രാജമാവൻ തന്നതാണ്. ഏട്ടൻ്റെ മാമനാണ് കേട്ടോ രാജമാവൻ. മാമൻ തന്നതാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കുറേ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതും അവൻ കുറച്ച് വലുതായ മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്തത്, ഇത് ജിജിനേച്ചി തന്നതാണ് കേട്ടോ. ജിജിനേച്ചി എന്ന് പറയുന്നത് വിബിയാട്ടൻ്റെ ചേച്ചിയാണ് കേട്ടോ. ഈ ഒരു ട്രൗസർ, പിന്നെ ഈ ഒരു ടീഷർട്ട്. സുജിതേച്ചി തന്നതാണ് കേട്ടോ. സുജിതേച്ചി എന്ന് പറയുന്നത് വിബിയാട്ടൻ്റെ ചേച്ചിയാണ്. ഈ ഒരു വൈറ്റ് ടീഷർട്ടും ഈ ഒരു മെറൂണ് ട്രൗസർ. അവന് കുറേ വൈറ്റ് കിട്ടിയിട്ടുണ്ട് എന്തായാലും. പിന്നെ അടുത്തത്, ഇത് നമ്മുടെ റൂമിൻ്റെ തൊട്ടിപ്പുറം താമസിക്കുന്ന നിഷേച്ചി തന്നതാണ് കേട്ടോ. അത് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഈ ഒരു ടീഷർട്ട്, ഈ ഒരു ട്രൗസർ, വെറൈറ്റി കളറല്ലേ. ഈ കളർ അവന് കിട്ടിയിട്ടേ ഇല്ല, വെറൈറ്റി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇത് ഗീതാൻറ്റി തന്നതാണ് കേട്ടോ. അതായത് എൻ്റെ ആൻറ്റിയാണ് ഗീതാൻറ്റി തന്ന ഡ്രസ്സാണ് ഈ ഒരു ടീഷർട്ട്. വീണ്ടും എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി, അങ്ങനെ ഞാൻ ബാക്കായിപ്പോയി വീഡിയോ ഒന്ന്. അപ്പോൾ ഇതാ ലാസ്റ്റ് ഗീതാൻറ്റി തന്നിട്ടുള്ള ഡ്രസ്സിൻ്റെ ട്രൗസറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും ഡ്രസ്സാണ് നമ്മുടെ വാവയ്ക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും, നൂലുകെട്ട് ചടങ്ങിന് എല്ലാവരും ഗോൾഡ് കൊടുക്കുക എന്നുള്ളൊരു സമ്പ്രദായം കൂടെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അവന് കിട്ടിയിട്ടുള്ള ഗോൾഡും കൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് ഇതാ ഈ ഒരു മോതിരം കൊടുത്തിട്ടുള്ളത് അമ്മേൻ്റെ ഹോട്ടലിലെ അവരാണ് കേട്ടോ. അതായത് അമ്മ ഹോട്ടലിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫും ഓണറും എല്ലാവരും കൂടിയിട്ട് തന്നതാണ് ഈ ഒരു മോതിരം. പിന്നെ അവന് സജിതേച്ചി കൊടുത്തിട്ടുള്ള മോതിരമാണ് കേട്ടോ. സജിതേച്ചി എന്ന് പറയുന്നത് അമ്മേൻ്റെ കൂടെ പറശ്ശിനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ചേച്ചിയാണ്. സജിതേച്ചി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ. ഈ ഒരു മോതിരം കൊടുത്തിട്ടുണ്ട്. ഫാമിലി പോലെ തന്നെ നല്ല ഫാമിലി തന്നെയാണ്. പിന്നെ എൻ്റെ പ്രീതമൂത്ത കൊടുത്തൊരു മോതിരം, പിന്നെ ഗീതാൻറ്റി കൊടുത്തിട്ടുള്ളൊരു മോതിരം, അജിതമൂത്ത് കൊടുത്തിട്ടുള്ള മോതിരം, പിന്നെ ധന്യേച്ചി കൊടുത്തിട്ടുള്ള മോതിരം. ധന്യേച്ചി എന്ന് പറയുന്നത് എൻ്റെ മൂത്തേൻ്റെ മോളാണ് കേട്ടോ. പിന്നെ ശ്രീമതി അമ്മായി കൊടുത്തിട്ടുള്ള മോതിരം, പിന്നെ വിബിയാട്ടൻ്റെ അച്ഛനും അമ്മയും കൂടെ കൊടുത്തിട്ടുള്ളൊരു മോതിരം, രാജമാവൻ കൊടുത്തിട്ടുള്ളത്, ജിജിനേച്ചി കൊടുത്തിട്ടുള്ളത്, സുജിതേച്ചി കൊടുത്തിട്ടുള്ളത്, പ്രവീണാട്ടൻ കൊടുത്തിട്ടുള്ളത്, പിന്നെ ഉണ്ണിയേട്ടൻ കൊടുത്തിട്ടുള്ളത്. ഉണ്ണിയേട്ടൻ വിബിയേട്ടൻ്റെ ഫ്രണ്ടുമാണ്, അവരുടെ ഒരു റിലേറ്റീവും കൂടിയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഷിജിയേച്ചി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മോതിരമാണ് അവന് കിട്ടിയിട്ടുള്ളത്. പിന്നെ അവന് ഒരു വള കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് വിബിയേട്ടൻ്റെ പെങ്ങൾ വിച്ച കൊടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മളെടുത്തിട്ടില്ല കാണിച്ചതാ, ഈ 2 കാൽവള നമ്മളെടുത്തിട്ടുള്ളതായിരുന്നു വാവയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു ബ്രേസ്ലെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അവന് വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് കേട്ടോ അവൻ്റെ അരഞ്ഞാണം. ഇത്രയാണ് നമ്മളെടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ അമ്മ ഇട്ട് കൊടുത്തതാണ് കേട്ടോ മാല. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഗോൾഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നൂലേട്ടിൻ്റെ ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.